പണയം. അർറഹ്നു ഹുവ ജഅലു ഐനി യജൂസു ബൈഉഹ വസീഖത്തൻ ബിദൈനിൻ യുസ്തൗഫ മിൻഹ ഇന്ദ തഅദ്ദുരി വഫാഇഹി. കടം വീട്ടാൻ പ്രയാസം നേരിടുന്ന സമയത്ത് അത് പൂർത്തിയാക്കി വീട്ടപ്പെടാൻ അല്ലെങ്കിൽ വസൂലാക്കപ്പെടുന്ന വിൽക്കൽ അനുവദനീയമായ ഒരു വസ്തുവിന് ഉറപ്പ് നൽകപ്പെടുന്നതിനാണ് പണയം എന്ന് പറയുന്നത്. അതിനുണ്ട് രേഖയായിട്ട് വെക്കുന്നതിനാണ് പണയം എന്ന് പറയുന്നത്. അക്കർത്ഥം വെക്കുമ്പോൾ ഹുവ ജഅലു ആക്കലാണ് ഐനിൻ ഒരു വസ്തുവിന്, യജൂസു ബൈഉഹ അതിനെ വിൽക്കാൻ പറ്റും, അങ്ങനത്തെ ഒരു വസ്തുവിന് ആക്കലാണ്, വസീഖത്തൻ ഒരു ഉറപ്പ്, പ്രമാണം ഡോക്യുമെൻ്റ് എന്ന അർത്ഥത്തിനൊക്കെ ഉപയോഗിക്കും. ഒരു ഉറപ്പ് കിട്ടാൻ വേണ്ടി വെക്കുക. ബിദൈനിൻ ഒരു കടത്തിനുള്ളൊരു ഉറപ്പാക്കി വെക്കലാണ്. യുസ്തൗഫ മിൻഹ അതിൽ നിന്നും പൂർത്തിയാക്കി വീട്ടപ്പെടും അല്ലെങ്കിൽ അതിന് വസൂലാക്കപ്പെടും. ഇന്ത തഅദ്ദുരി വഫായ കടം വീട്ടാൻ പ്രയാസം നേരിടുന്ന സമയത്ത്. അതിന് തെളിവ് അൻ ആയിഷ റളിയല്ലാഹു തആല അൻഹ, ആയിഷ ബി റളിയല്ലാഹു തആല അൻഹയെ തൊട്ട് കാലത്ത് മഹദി പറഞ്ഞു, ഇഷ്തറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തുആമൻ മിൻ യഹൂദിയിൻ ഇലാ അജലിൻ. ഒരു നിശ്ചിത അവധി വരെ യഹൂദിയിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഭക്ഷണം വാങ്ങി. എന്നിട്ട് റഹനഹു ദിർഅൻ ലഹു മിൻ ഹദീദ്, ആ ജൂതൻ്റെ അടുക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ ഇരുമ്പിൻ്റെ അങ്കി പണയം വെക്കുകയും ചെയ്തു. റഹന പണയം വെച്ചു, അങ്കി ഹദീദ് ഇരുമ്പ്. അപ്പോൾ ഇരുമ്പിൻ്റെ അങ്കി പണയം വെച്ച് കാണുന്ന റസൂലുള്ള ഒരു ജൂതനിൽ നിന്നും ഭക്ഷണം വാങ്ങിയിരുന്നു. അതാണ് തെളിവ്. അപ്പം പണയം വെക്കാവുന്നതാണ്. ഇനി അത് ആർക്കാണ് പറ്റുക? യസിഹു റഹനു മിൻ അഹ്ലി തബറുഇൻ, വെറുതെ കൊടുക്കാൻ പറ്റുന്നവരിൽ നിന്നാണ് റഹന് ശരിയാവുകയുള്ളൂ. അത് ബി ഈജാബിൻ ഈജാബ് കൊണ്ട്, കറഹന്തു റഹന്തു എന്ന സീറ കൊണ്ട്, വ കബൂലിൻ ഇർത്തഹന്തു അപ്പം ഞാൻ പണയം വെച്ചു, കബൂൽ ഞാൻ പണയം സ്വീകരിച്ചു. ഈ രണ്ട് വാക്കുകൊണ്ടും ഫ്രീ കൊടുക്കാൻ വെറുതെ കൊടുക്കാൻ പറ്റുന്നവരിൽ നിന്നാണ് റഹന് ശരിയാവുക. വലൗ കാനത്തി റഹനുൽ മർഹൂനത്തു ആരിയത്തൻ, അപ്പം വെറുതെ കൊടുക്കാൻ പറ്റുന്നവരെന്ന് പറ്റുന്ന പറഞ്ഞാൽ വായ്പ വാങ്ങിയൊരു സാധനം എൻ്റെ അടുക്കലുണ്ട്, അതാണെങ്കിലും കൊടുക്കാൻ പറ്റുന്ന. വായ്പ വാങ്ങിയ സാധനം നമുക്ക് വേറൊരാൾക്ക് തൽക്കാലത്തിനൊക്കെ ഉപയോഗിക്കാൻ കൊടുക്കാമല്ലോ. അപ്പോൾ വായ്പ വാങ്ങിയ സാധനം, പണയം വെക്കപ്പെട്ട വസ്തു, പണയം കൊടുക്കപ്പെടുന്ന വസ്തു വായ്പ വാങ്ങിയതാണെങ്കിലും ശരി. പക്ഷേ ലാക്കിൻ ബി ഇതിനി മാലിക്കുക, വായ്പയാണെങ്കിൽ ആ വായ്പ വസ്തുവിൻ്റെ മുതലാളിൻ്റെ സമ്മതം വേണം, എന്നാലേ പറ്റുള്ളൂ. ബി ഷർത്തി മാരിഫത്തിൽ മാലിക്ക് അൽ മുർത്തഹിന, മാത്രമല്ല ആ മാലിക്കിന് പണയം വെക്കുന്ന ആരടുത്താണ് പണയം വെക്കുന്നത്, അതായത് പണയം കൊടുക്കുന്ന ആ വ്യക്തിയെ അറിയും വേണം. വ ജിൻസദ്ദൈനി വ ഖദറഹു, അയാൾക്ക് കൊടുക്കാനുള്ള കടത്തിൻ്റെ ഇനവും അതിൻ്റെ അളവുമൊക്കെ അറിയുമെങ്കിൽ വായ്പ വസ്തുവും കൊടുക്കാവുന്നതാണ്, അതും പണയായിട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ആരിയത്ത് കൊടുക്കാൻ പറ്റുമോ? ഇല്ലേ, പറ്റും. കൊടുക്കുമ്പോൾ എന്താണ് നിബന്ധന? അതിൻ്റെ ഉടമസ്ഥൻ്റെ, അതായത് നമ്മൾ ആരിൽ നിന്ന്, അപ്പം ഞാൻ ഒരാളിൽ നിന്ന് ഒരു വസ്ത്രം വായ്പ വാങ്ങിയിട്ടുണ്ട്. ഈ വായ്പ വാങ്ങിയ വസ്തു ഞാൻ വേറൊരാളടുത്തുനിന്ന് കടം വാങ്ങുമ്പോൾ ആ കടത്തിന് പകരം പണയമായിട്ട് കൊടുക്കുകയാണെങ്കിൽ ഞാൻ ആദ്യം ആരുടേതാണോ ഈ വസ്ത്രം അയാളോട് പോയിട്ട് സമ്മതം ചോദിക്കണം, ഒന്ന്. രണ്ടാമത് ഞാൻ രണ്ടാമത് കടം വാങ്ങുന്ന വ്യക്തിയുടെ നിന്ന് എത്ര രൂപയാണ് കടം വാങ്ങുന്നത്, അതിൻ്റെ എന്താണ് രൂപ അല്ലെങ്കിൽ എന്താ വസ്തു, അതിൻ്റെ ഇനം ഒക്കെ അറിയൽ ഷർത്താണ്, എന്നാലേ ശരിയാവുള്ളൂ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വെറുതെ എടുക്കാൻ പറ്റിയ ആളിൽ നിന്നാകണം ഈജാബ് കബൂലുണ്ടായാൽ പറ്റും. ഇത്രയാണ് പറഞ്ഞത്. അടുത്ത് വലായസിഹു റഹ്നു ബിശർത്തിമാ യദുറു റാഹിന അവിൽ മുർത്തഹിന, പണയം വെക്കുന്നവനെയോ പണയം സ്വീകരിക്കുന്നവനെയോ ബുദ്ധിമുട്ടിക്കുന്ന ഒരു ഷർത്തും ഉണ്ടായിരിക്കലോടുകൂടെ റഹന് ശരിയാകൂല. ഇനി ഓരോന്നിൻ്റെ ഷർത്ത് പറയാണ്. റാഹിന് ഓരോരുത്തരുടെ ബുദ്ധിമുട്ടിക്കുന്നത് പറയാം. ഇവിടെ ആദ്യം പറയുന്നത് അല്ലാ യുബാ ഇന്ദൽ മഹില്ലി ഔ ഇല്ലാ ബി അക്തറ മിൻ തമനിൽ മിസ്ലി. ഇത് രണ്ടും മുർത്തഹിനുള്ള ബുദ്ധിമുട്ടാണ്. അഥവാ എന്താ പറയണത്,
അവധി എത്തിയ കടത്തിൻ്റെ അവധി എത്തിയാൽ ഇത് വിൽക്കപ്പെടാതിരിക്കുക എന്ന് ഷർത്താക്കുക. വിൽക്കാൻ പാടില്ല എന്ന് ഷർത്താക്കൽ പോലെ. അല്ലെങ്കിൽ വിൽക്കണീന് കുഴപ്പമില്ല, 15 റുപ്യ 10,000 റുപ്യേൻ്റെ സാധനം 11,000 റുപ്യക്കേ വിൽക്കാൻ പറ്റുള്ളൂ. അത് സമനമിസിൽ സാധാരണഗതിയിൽ അതിന് അറിയപ്പെട്ട വിലയേക്കാൾ കൂടുതലിനല്ലാതെ വിൽക്കപ്പെടാതിരിക്കണം എന്ന് ഷർത്താക്കുന്നത് പോലെ. അപ്പോൾ അവധി എത്തിയാൽ വിൽക്കാൻ പാടില്ല എന്ന് പറയാം. അല്ലെങ്കിൽ വിൽക്കുകയാണെങ്കിൽ വിൽക്കാനൊക്കെ പറ്റും, പക്ഷെ വിൽക്കുകയാണെങ്കിൽ അവിടുത്തെ നാട്ടിലത്തെ വിലനേക്കാളും കൂടുതലായിട്ടുള്ള വിലക്കേ വിൽക്കാൻ പറ്റുള്ളൂ എന്നീ 2 ഷർത്ത്. അപ്പോൾ അത് മുർത്തഹിനെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടാണ്. കൂടുതൽ വിലക്ക് വിൽക്കുമ്പോൾ അത് വാങ്ങാൻ ആളുണ്ടാവില്ല. വിൽക്കാൻ പറ്റൂല എന്ന് പറഞ്ഞാൽ അവൻ്റെ കടം വസൂലാക്കാൻ പറ്റാത്തൊരവസ്ഥയും വരും. ഈ 2 ഷർത്തും മുർത്തഹിനെ ബുദ്ധിമുട്ടിക്കുന്നതാണ്. അങ്ങനത്തെ ഷർത്ത് വെച്ചിട്ട് റഹിന് ശരിയാവില്ല. അതേപോലെ തന്നെ വക ഷർത്തി മൻഫാത്തിഹീരി മുർത്തഹിനിൻ, റാഹിനിനെ അതായത് പണയം വെക്കുന്നവനെ ബുദ്ധിമുട്ടിക്കലാണ്. എന്ത്? ഈ വസ്തുവിൻ്റെ ഉപകാരമൊക്കെ ഞാൻ പണയം സ്വീകരിക്കുന്ന ആൾ ഞാനല്ലേ, അതുകൊണ്ട് എനിക്ക് വേണം എന്ന് പണയം സ്വീകരിക്കുന്ന ആൾ ഷർത്താക്കുക, അതും പറ്റൂല. അതിൻ്റെ ഉപകാരം എടുക്കലൊക്കെ ശേഷം നമ്മൾ പറയുന്നുണ്ട് അത് റാഹിനിനാണ്. ഉപകാരം എടുക്കാൻ അവകാശം റാഹിനുണ്ട്. അപ്പോൾ റാഹിനെ ബുദ്ധിമുട്ടിക്കുന്ന ഷർത്താണ്, അതും പറ്റൂല. വലാ യൽസമു റഹിനു ഇല്ലാ ബി ഖബളിൻ ബി ഇദ്നി റാഹിനിൻ, റാഹിനിൻ്റെ സമ്മതപ്രകാരം പണയം വെച്ചവൻ്റെ സമ്മതപ്രകാരം ആ വസ്തു കൈപ്പറ്റിയാലല്ലാതെ കൈപ്പറ്റൽ കൊണ്ടല്ലാതെ റഹന് ലാസിമാവുകയില്ല. അത് കൈപ്പറ്റിയാലേ റഹന് നടപ്പിലാവുകയുള്ളൂ. നിർബന്ധാകുക ലാസിമാകുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം. അപ്പോൾ റാഹിനിൻ്റെ സമ്മതത്തോടുകൂടെ അത് കൈപ്പറ്റിയാലല്ലാതെ ആ കടം സ്ഥിരപ്പെടൂല. വല്യതു ഫിൽ മർഹൂനിൽ മുർത്തഹിനിൻ വഹിയ യദു അമാനത്തിൻ, പണയം സ്വീകരിച്ച ആൾക്ക് ആ പണയവസ്തുവിലുള്ള കയ്യാവകാശം അത് വിശ്വസ്തതയുടെ കയ്യാവകാശമാണ്. വിശ്വസിച്ചേൽപ്പിച്ച സ്വത്തിൻ്റെ അതേപോലെയാണ്. ഫലായ യദ്മനുഹുൽ മുർത്തഹിനു, അപ്പോൾ മുർത്തഹിൻ അതിന് ഉത്തരവാദിയാകൂല. ഇല്ലാ ബിത്തഅദ്ദി, അവൻ പരിധി വിട്ട് കിടന്നാലോയിക്കെ ഓൻ്റെ അടുക്കൽ നിന്നുള്ള ഓനതിനെ ആവശ്യമല്ലാത്ത രൂപത്തിൽ പരിധി വിട്ട് കിടന്ന് ഉപയോഗപ്പെടുത്തി എന്തെങ്കിലുമൊക്കെ ചെയ്തു, അല്ലെങ്കിൽ അതിനെ സൂക്ഷിക്കേണ്ട രൂപത്തിൽ സൂക്ഷിച്ചില്ല എന്നീ പ്രശ്നങ്ങൾ അവനിൽ നിന്ന് ഉണ്ടായിട്ടില്ലെങ്കിൽ അവന് ഉത്തരവാദിയില്ല. അവൻ സൂക്ഷിച്ചെടുത്തോണ്ട് കള്ളം കടന്ന് കണ്ടവർക്ക് പട കൊണ്ടുപോയി അവൻ്റെ വീട്ടിൽ നിന്ന്. അങ്ങനെയാണെങ്കിൽ അവൻ ഉത്തരവാദിയാവൂല. ഇനി വസുദ്ദിക്കൽ മുർത്തഹിനു, അപ്പം ഇനി എല്ലായിടത്തും ഇത് തരികിട എടുത്തുകൊണ്ട് രക്ഷപ്പെടാൻ പറ്റുമോ? അതിനാണ് ഇസ്ലാം അവനെ കൊണ്ട് സത്യം ചെയ്യിപ്പിക്കാൻ വേണ്ടി ഓർഡർ ചെയ്തത്. വസുദ്ദിക്കൽ മുർത്തഹിനു, ഈ പണയം സ്വീകരിച്ചവനെ സത്യം ചെയ്യപ്പെടും. ഫി ദഅ്വാ തലഫിൻ ബി യമീനി, ഓൻ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഓനോട് സത്യം ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടും. യമീന് ഞാൻ സത്യം ചെയ്യാം. ആ യമീന് കൊണ്ട് അവൻ്റെ സത്യം കൊണ്ട് നഷ്ടപ്പെട്ടു എന്ന വാദത്തിൽ അവനെ വാസ്തവമാക്കപ്പെടും. അവൻ വാദിക്കുകയാണെങ്കിൽ ഓൻ വല്ലാഹി എൻ്റെ അടുത്ത് നിന്ന് അങ്ങനെ നഷ്ടപ്പെട്ടതാണെന്നും പറയാൻ സന്നദ്ധനായാൽ അത് സ്വീകരിക്കപ്പെടും. ബാക്കി അവനും പടച്ചവനും. അപ്പം തഅദ്ദിയെ പരിധി വിട്ട് കിടക്കാം. വഅലൽ മാലിക്കി, യജമാനൻ്റെ മേൽ ഉടമസ്ഥൻ്റെ മേൽ നിർബന്ധമാണ് മുഅ്നത്തുൽ മർഹൂനി, ആ പണയം വെക്കപ്പെട്ട വസ്തുവിൻ്റെ ചെലവ് കൊടുക്കൽ നിർബന്ധമാണ്. അലഫിദാബത്തിൻ, ഏതുപോലെ ഒരു മൃഗമാണ് ചെയ്തിട്ടുണ്ടെങ്കിൽ അലഫിൻ്റെ ഭക്ഷണം പോലെ, അലഫ് മുഖത്തിന് കൊടുക്കാനുള്ള പുല്ല് ഭക്ഷണങ്ങളൊക്കെ. ഉജ്റത്തി മക്കാനി ഹിഫ്ലിൻ, അതിനെ സൂക്ഷിക്കാനുള്ള സ്ഥലം, പെട്ടിയോ മറ്റുള്ള സാധനങ്ങൾ എവിടെയെങ്കിലും സൂക്ഷിച്ചേക്കാനുള്ള അതിനുള്ള ചിലവ് പോലെ അതൊക്കെ കൊടുക്കേണ്ടത് മാലിക്കാണ്. യജൂസു ലഹുൽ ഇന്തിഫാവ്, മാത്രമല്ല അവനതുകൊണ്ട് ഉപയോഗിക്കാനും പറ്റും, അവനതുകൊണ്ട് ഉപകാരം എടുക്കാനും പറ്റും. എങ്ങനെ? ബിറുക്കൂബ്, ഇപ്പോൾ വാഹനം കയറൽ പോലെ, മൃഗാണെങ്കിൽ അതിൻ്റെ പുറത്ത് കയറാം. വസ്സുക്കിന, വീടാണെങ്കിൽ അതിൽ താമസിക്കുക. ഇങ്ങനെയുള്ളതൊക്കെ പോലത്തത് കൊണ്ട് ഉടമസ്ഥന് പണയം വെച്ചാലും അത് ഉപയോഗപ്പെടുത്തൽ ജായിസാണ്. ലാബിൽ ബിനായി, എന്നാ ഉപകാരം എടുക്കൽ കൊണ്ട് പറഞ്ഞാൽ അവിടെ ഭൂമിയാണ് കൊടുത്തിരിക്കുന്നത്, അവിടെ പോയി കണ്ട് കെട്ടിടം ഉണ്ടാക്കാൻ പറ്റില്ല. കാരണം അതിൻ്റെ വിലയിലുള്ള മാറ്റങ്ങളൊക്കെ അത് വരാൻ കാരണമാവും. ലാബിൽ ബിനായി, കെട്ടിട നിർമ്മാണം കൊണ്ടല്ല. വൽ ഓർസി, നടൽ കൊണ്ടുമല്ല. എന്തെങ്കിലും മരങ്ങൾ അവിടെ പോയി നടാനും പറ്റൂല പണയം കൊടുത്ത ഭൂമിയിൽ. അതേമാതിരി അതിൽ വേറെ കെട്ടിടം ഉണ്ടാക്കാനും പറ്റൂല. ഇനി വലിൽ മുർത്തഹിനി എന്ന് വെച്ച് പിന്നെ അവന് മറ്റുള്ള കാര്യങ്ങളൊക്കെ വാഹനം കയറുക, താമസം, ഇങ്ങനത്തെ ഇതൊക്കെ ഉപയോഗപ്പെടുത്താവുന്നതാണ്. മറ്റുള്ളവനെ ബുദ്ധിമുട്ടിക്കാത്ത മുർത്തഹിനിന് അതുകൊണ്ടൊരു പ്രയാസം വരാത്ത രൂപത്തിലൊക്കെ ചെയ്യാവുന്നതാണ്. വലിൽ മുർത്തഹിനി തൊലബു ബൈ ഇൽമി, പണയം വെക്കപ്പെട്ട വസ്തു വിൽക്കാൻ വേണ്ടിയിട്ട് പണയം സ്വീകരിച്ചവന് ആവശ്യപ്പെടാവുന്നതാണ്. അല്ലെങ്കിൽ ഔ കലാ ഇതേനി, പണയം ഇപ്പോൾ വാങ്ങിയത് അവൻ കടം
വാങ്ങിയപ്പോഴാണ് കടത്തിന് സെക്യൂരിറ്റി ആയിട്ടാണ് വാങ്ങിയത്, അല്ലെങ്കിൽ കടം വീട്ടണം എന്ന് ആവശ്യപ്പെടാം. ഒന്നെങ്കിൽ കടം വീട്ടണം, കടം വീട്ടാൻ കഴിയൂലെങ്കിൽ ഈ പണയം വെക്കപ്പെട്ട വസ്തു വിൽക്കാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടണം. എപ്പോ ഇല്ലം യബിയ ഇൻഹല്ലദൈനുൻ, കടത്തിൻ്റെ അവധി എത്തിയാൽ അവൻ വിൽക്കുന്നില്ലെങ്കിൽ, വിൽക്കണമെങ്കിൽ പിന്നെ ആവശ്യപ്പെടേണ്ട ആവശ്യമില്ലല്ലോ. കടത്തിൻ്റെ അവധി ഇട്ട് എന്നിട്ടും അവൻ വിൽക്കാതെ എങ്ങനെ നിൽക്കുകയാണ്, എന്നാൽ അവനോട് കടം വീട്ടാൻ ആവശ്യപ്പെടാം, അല്ലെങ്കിൽ അത് വിൽക്കാൻ വേണ്ടി ആവശ്യപ്പെടാം. വയുജുബറു റാഹിനുൻ, അങ്ങനെ ചെയ്തിട്ടോ സമ്മതിക്കണമെങ്കിൽ വയുജുബറു റാഹിനുൻ, ആ റാഹിന് നിർബന്ധിക്കപ്പെടും അലാ ബൈ ഇൽ മർഹൂനി, ആ പണയം വെക്കപ്പെട്ട വസ്തു വിൽപ്പന നടത്തുന്നതിൻ്റെ മേൽ അവനെ നിർബന്ധിക്കപ്പെടണം. അങ്ങനെ നിർബന്ധിക്കപ്പെട്ടാലോ എന്നിട്ടും ഫ ഇൻ അസറ, അവൻ ഉറച്ചു നിന്നു അലല്ലിംതിനായി, സമ്മതിക്കാതിരിക്കലിൻ്റെ മേൽ, ആ വിസമ്മതിക്കലിൻ്റെ മേൽ അവൻ ഉറച്ചു നിന്നാൽ പിന്നെ കാലിയർ ഇടപെടും. ബാഅഹു കാലിൻ, ഖാലി അതിനെ വിൽക്കുകയും വ കലാദൈനഹു മിൻ തമനിഹി, എന്നിട്ട് അവൻ്റെ കടം അതിൽ നിന്ന് വീട്ടുകയും ചെയ്യും. കലാദൈനു, അതിൻ്റെ വിലയിൽ നിന്ന് അവൻ്റെ കടം വീട്ടുകയും ചെയ്യും. ഇനി നമുക്ക് തംരീനകത്ത് കിടക്കാം. ഒന്നാമത്തെ ചോദ്യം, മർ റഹിനു, റഹിന് എന്ന് പറഞ്ഞാൽ എന്താണ് പഠിച്ചല്ലോ. ജഅലു ഐനി യജൂസു ബൈഉഹാ വസീഖതൻ ബിദൈനിൻ യുസ്തൗഫാ മിൻഹാ ഇൻദ തഅദ്ദുരി വഫാഇഹി. അതിന് തെളിവ് മാ ദലീലുഹു അൻ ആയിഷ റളിയല്ലാഹു അൻഹ ഇഷ്തറാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തആമൻ മിൻ യഹൂദിയിൻ ഇലാ അജലിൻ വറഹനഹു ദിർഅൻ ലഹു മിൻ ഹദീദ്. അടുത്ത് തന്നെ പറയേണ്ട അതിൻ്റെ തെളിവ്. പിന്നെ മിമ്മൻ യസിഹു റഹനു, ആരിൽ നിന്നാണ് റഹന് ശരിയാകുക, രണ്ടാമത്തെ പാരഗ്രാഫിൽ തുടക്കത്തിൽ മിൻ അഹ്ലി തബറു. ബിമ യൽസമു റഹനു, റഹന് എന്തുകൊണ്ടാണ് ലാസിമാകുക, യൽസമു റഹനു ബിഖബ്ലിൻ ബിഇദ്നി റാഹിനിൻ. അടുത്ത പാരഗ്രാഫ് പറയുന്നത് വലാ യൽസമു റഹനു ഇല്ലാ ബിഖബ്ലിൻ ബിഇദ്നി റാഹിനിൻ, റാഹിനിൻ്റെ സമ്മതപ്രകാരം അവൻ കൈപ്പറ്റൽ കൊണ്ടല്ലാതാണ്. അപ്പം കബുലു വേണം, റാഹിനിൻ്റെ സമ്മതപ്രകാരം കൈപ്പറ്റൽ കൊണ്ടാണ് യൽസമു റഹനു. ഹൽ യസിഹു റഹനുൽ ആരിയ, പറ്റുമോ, യസിഹു അത്ര എഴുതിയാൽ മതി. ഞാൻ എൻ്റെ വിശദീകരണം ചോദിക്കുമ്പോൾ ബാക്കി എഴുതേണ്ടി വരും. അടുത്ത് മത്താ യുത്തരബു ബൈഹുൽ മർഹൂനി, പണയം വെക്കപ്പെട്ട വസ്തു വിൽപ്പന നടത്തൽ, പിന്നെ വിൽക്കാൻ വേണ്ടി ആവശ്യപ്പെടണം. അതെപ്പോഴാണ് അത് പറഞ്ഞല്ലോ, സമയം ഇൻഹദൈനുൻ ഇൻഹല്ലദൈനുൻ ഇല്ലൻ യബിയ ഇൻഹല്ലദൈനുൻ, ദൈനിൻ്റെ അവധി എത്തിയിട്ടും അവൻ വിൽക്കാൻ സന്നദ്ധനായിട്ടില്ലെങ്കിൽ യുത്തരബു ബൈഉൽ മർഹൂനി. അപ്പോൾ അതാണ് വേണ്ടത്. ഇനി മത്താ യബിഉൽ ഖാദിൽ മർഹൂന ഇൻ അസറൽ റാഹിനു അല ഇംതിന ഇബൈഇഹി ഇദാ ഹല്ല ദൈനുൻ, കടത്തിൻ്റെ സമയത്തി എന്നിട്ടും റാഹിന് അത് വിൽപ്പന നടത്തുന്നതിൻ്റെ മേൽ, വിസമ്മതത്തിൻ്റെ മേൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ അതിനെ വിൽക്കണം. അലാം യജിബു മുഅ്നത്തുൽ മർഹൂനി, പണയം വെക്കപ്പെട്ട വസ്തുവിൻ്റെ ചെലവ് ആരുടെ മേലാണ് നിർബന്ധമാകുക, അലൽ മാലിക്കി, ഉടമസ്ഥനാണ് അത് നിർബന്ധമാകുക. പിന്നെ പരിഭാഷപ്പെടുത്താനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇരുമ്പിൻ്റെ ഒരു അങ്കി വാങ്ങുകയും അതിനെ ഇരുമ്പിൻ്റെ ഒരു അങ്കി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പണയം വെച്ച് ഒരു നിശ്ചിത കാലത്തേക്ക് ജൂതനിൽ നിന്നും ഭക്ഷണം വാങ്ങി എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ജൂതനിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭക്ഷണം വാങ്ങുകയും അതിന് പകരമായിട്ട് എന്ത് ചെയ്തു, ഇരുമ്പിൻ്റെ അങ്കി അദ്ദേഹത്തിൻ്റെ അടുക്കൽ റസൂലുള്ള പണയം വെക്കുകയും ചെയ്തു. ഇഷ്തറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തആമൻ മിൻ യഹൂദിയിൻ ഇലാ അജലിൻ വറഹനഹു ദിർഅൻ ലഹു മിൻ ഹദീദ്. പിന്നെ അർത്ഥം എഴുതാനുള്ളതാണ് ദിർ, അങ്കി, വസീഖത്ത്, ഉറപ്പ്, അതേമാതിരി പ്രമാണം, ഡോക്യുമെൻ്റ് എന്നൊക്കെ അർത്ഥത്തിന് ഉപയോഗിക്കും. ആരിയത്ത്, വായ്പ, മുർത്തഹിന്, പണയം സ്വീകരിച്ചവൻ, ഒറസ്, നടുക, അമാനത്ത്, സൂക്ഷിപ്പ് സ്വത്ത്, വിശ്വസ്തത.